ഇതിന് കുട്ടികൾക്ക് ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും വോട്ടെടുപ്പ് രീതികളെക്കുറിച്ചുമൊക്കെ ഒരു അവബോധം നൽകാൻ ഈ പ്രവർത്തനം ഉപകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞാൻ പോലീസ് ഓഫീസറാണ്. ഇവിടെ 2 ക്രമമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, ഒരാണും ഒരു പെൺകുട്ടികളുമായിട്ടാണ്. എൻ്റെ പേര് മിന്നാജാണ്. ഈ വോട്ടിൻ്റെ വേണ്ടിയിട്ട് ഞാൻ പോലീസ് ഓഫീസറായിട്ട് റോസേക്കൽ പോയതെന്തോ നമ്മെ എണിസിക്കെ എന്തായാലും കാരേ ജയിക്കുള്ളൂ. കാറാണ് ജയിക്കല്. നമ്മളെല്ലാവരും കാർ തന്നെയാണ്. 1 വീരർക്കൊരു ജയിക്കും. ഏകാദ്രു ಗೆಲ್ಲುವುದು റോസ്. ഫൈമന ജയിക്കത്ര. നഫീസ ഫൈമ പ്രതീക്ഷിക്കുന്നത് ಒಳ್ಳೆ ಆವೇಶದಲ್ಲಿದ್ದಾರೆ. ಅವರಿಗೆ ಮತದಾನ ಅಂದ್ರೆ ಏನು ಅಂತ ಒಂದು ತಿಳಿದುಕೊಳ್ಳೋ ತವಕ. ಆದ ಕಾರಣ ಮಕ್ಕಳು ಭಯಂಕರ ಆವೇಶದಲ್ಲಿ ಮುಂದೆ ಬರ್ತಿದ್ದಾರೆ. എല്ലാവരും കാറടയാളത്തിന് വോട്ടിട്ട് വിജയിപ്പിക്കണം. ಇದರಲ್ಲಿ ನಮ್ಮ ಹಿತೇಶಿ ಅಲ್ಲದೆ ಜಮೀಲ್ ನಿಮ್ಮ ಹೋಟೆಲ್ ಎಲ್ಲಿಗೆ ಹೋಗ್ತದೆ? ಯಾರಿಗೆ ಓಟ್ ಹಾಕೋದು? ನಾವು ರೋಸಿಗೆ. ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. വോട്ടാര് ജയിക്കുന്നറിയില്ല. എല്ലാ ക്ലാസ്സിലേക്കും ഞാൻ പോയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വോട്ടിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ನಾನು ಎಲ್ಲ ಕ್ಲಾಸ್ಗಳಿಗೆ ಹೋಗಿದ್ದೇನೆ. ನನಗೆ ಎಲ್ಲರೂ ವೋಟ್ ಹಾಕ್ಬಾರಂತ ಭಾವಿಸ್ತೇನೆ. ನನಗೆ 45-50 വോട്ട് സിഗ്ബോത്തിന്റെ ಒಂದು ಭಾಗಗಳು. കൃത്യമായി ഒരു ഇലക്ഷൻ പ്രോസസ്സ് എന്താണ് എന്നത് പഠിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഉണ്ടായത്. ಶುರುವಾಗಿ ಅರ್ಧ ಗಂಟೆ ಆದರೂ ಕೂಡ ಸಾಧಾರಣ 35-40% ಆಯಿತು. ಇನ್ನು ಸ್ವಲ್ಪ ಹೊತ್ತಿನಲ್ಲಿ ಎಲೆಕ್ಷನ್ ಮುಗಿಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಉಂಟು. ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 പേരിൽ മുഹമ്മദ് സമീൽ 54 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഫാത്തിമത്ത് ഫഹീമ 61 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഹിദൈഷി 57. ഇവിടെ കൂടുതൽ വോട്ട് നേടിയ ഫാത്തിമത്ത് ഫഹീമയെ വിജയായി പ്രഖ്യാപിക്കുന്നു. SBS കുട്ടിക്കാന 2025-26 വർഷത്തിലെ സ്കൂൾ പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷനാണ് ഇന്ന് നടന്നത്. സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷന് അതിൽ ഫാത്തിമത്ത് ഫഹീമ 7ാം ക്ലാസ് വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ 2ാം സ്ഥാനം ഹിദൈഷി, 3ാം സ്ഥാനം മുഹമ്മദ് ജമീൽ. വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് നടക്കുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ചണ്ടയുടെ ഒക്കെ അകമ്പടിയോടുകൂടെ വിദ്യാർത്ഥികൾ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായും കുട്ടികൾ വലിയൊരു ആവേശത്തോടു കൂടെയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്നത് കുട്ടികൾക്ക് ഇതിൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നമ്മൾ ഇപ്രാവശ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതായത് അതിൻ്റെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.